നമസ്കാരം. ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ സെപ്റ്റംബർ 23 തൊട്ട് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സാധാരണ പൂജയോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക. അപ്പം നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ആ സമയത്ത് സാധനങ്ങൾ വാങ്ങി കൂട്ടുവാൻ വേണ്ടിയാണ്. പലരെയും സംബന്ധിച്ച് ഫോൺ ആയിക്കോട്ടെ, മറ്റെന്ത് ഗാഡ്ജറ്റ് ആയിക്കോട്ടെ, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആവട്ടെ, ഡ്രസ്സ് ആവട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മൾ ആ സമയത്ത് വാങ്ങാൻ വേണ്ടി കാത്തിരിക്കും. പക്ഷെ അതിനകത്തുണ്ടാകുന്ന എനിക്ക് സ്പെഷ്യലായിട്ടുണ്ടായ അനുഭവം തന്നെയാണ്. ഉണ്ടാകുന്ന ചതി നമുക്ക് മനസ്സിലാക്കുന്നില്ല. അപ്പം നമ്മളതെല്ലാം ആട്ടുകാട്ടിൽ എടുത്തിടും, മേടിക്കാൻ വേണ്ടി. ഇപ്പം ഇത്ര രൂപയാണ്, അല്ലെങ്കിൽ 400 രൂപയുടെ ഒരു സാധനമാണ്, അത് നമുക്ക് അതിൽ കുറച്ച് കിട്ടുമെന്ന് വിചാരിച്ച് കാർട്ടിൽ നമ്മൾ എടുത്തിടും. പക്ഷേങ്കിൽ ഒരു കാര്യം ഓർക്കുക, കാർട്ടിൽ കിടന്നാലും ഇവരുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായ പ്രൈസും ചേഞ്ച് ചെയ്തിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ഓരോ സീസൺ കഴിയുമ്പോൾ ആ എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ചേഞ്ച് ചെയ്യും. ഇപ്പം 400 രൂപയുടെ സാധനമാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ 460 ആണെങ്കിൽ ആ 460 ആയിരിക്കും, അല്ലെങ്കിൽ 410. അത് എത്രയാണോ അതെന്ന് വെച്ചാൽ ആ കാർട്ടിൽ കിടക്കുമെന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ചില സാധനങ്ങൾ എനിക്ക് അങ്ങനെ വ്യക്തമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്, ചില സാധനങ്ങൾ ഞാൻ ഇതുപോലെ മേടിക്കണം എന്ന് വിചാരിക്കുന്ന സാധനങ്ങൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിടും. അതിൻ്റെ വില ഉൾപ്പെടെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിടും. സെയിം ആ കാറ്റഗറി എല്ലാം സെയിം സാധനം മേടിക്കാൻ വേണ്ടി സ്ക്രീൻഷോട്ട്. പക്ഷേ എങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ വരുമ്പോൾ അതേ വില അല്ലെങ്കിൽ അതിൽ കൂടുതൽ വില കണ്ടതായിട്ട്, പല സാധനങ്ങളും കണ്ടതായിട്ട് എൻ്റെ അനുഭവത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മേടിക്കാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഏതാണെന്ന് നേരത്തെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഫെസ്റ്റിവലിനകത്ത് ഇതിൻ്റെ വില വ്യത്യാസം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങുക. ചില സമയത്ത് ഇതിനേക്കാട്ടിലും, ഈ ഫെസ്റ്റിവൽ സീസണിനേക്കാളൊക്കെ വില കുറഞ്ഞു വരുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് പലപ്പോഴും ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാവും പല സാധനങ്ങളും. ഞാൻ അങ്ങനെയാണ്, ചില സമയത്ത് വളരെ താഴ്ന്നിരിക്കും. അതായത് ഇവർക്ക് ബിസിനസ് കുറവുള്ള സമയമാണെന്ന് തോന്നുന്നു, ആ സമയത്ത് വളരെ ഇതിൻ്റെ എമൗണ്ട് കുറഞ്ഞിരിക്കും. ആ സമയം നോക്കിയാണ് ഞാൻ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പം നിങ്ങൾക്കും ചെയ്യാവുന്നൊരു കാര്യം, മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് മാത്രം മേടിക്കുക. അപ്പം അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഒരിക്കലും ആട്ടുകാട്ടിലിടരുത്. ആട്ടുകാട്ടിലിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പ്രൈസ് വ്യത്യാസം വരും. അപ്പം ഈ കാര്യം ശ്രദ്ധിച്ചാൽ നല്ലൊരു ഷോപ്പിംഗ് തന്നെ നിങ്ങൾക്ക് നടത്താം. ഗുഡ് ഡേ.